സീതനെ അന്വേഷിച്ചു വന്നു രാമൻ കയറിയെന്ന് രാമന്റെ കാൽപാദം പതിഞ്ഞു എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് രാമക്കൽമേട് പേര് വന്നിരിക്കുന്നത്. രാമന്റെ കാൽപാദം പതിച്ച സ്ഥലം, അതാണ് രാമക്കൽമേട് പേര് വന്നിരിക്കുന്നത്. പിന്നെ രാമക്കൽമേട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. രാമക്കൽമേടിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നത് രാമക്കൽമേട് ഒന്നാമത്തെ പ്രത്യേകത ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തിക്ക് കാറ്റ് വീശുന്ന സ്ഥലമാണ് രാമക്കൽമേട്. നമ്മൾ വന്ന് നിൽക്കുന്ന പോലെയല്ല, സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ദിശയില്ലാതെ 4 സൈഡിൽ നിന്ന് കാറ്റിങ്ങനെ റൗണ്ട് ചെയ്തായിരിക്കും. നമ്മളൊരു 4 പേര് 5 പേര് തമ്മിൽ പിടിച്ച് നിന്നപ്പോൾ നമ്മളെ പറിച്ച് കളയും. അത്ര ശക്തിക്ക് കാറ്റ് വീശും. ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തിക്ക് കാറ്റ് വീശുന്ന സ്ഥലമാണ് രാമക്കൽമേട്. രാമക്കൽമേട് അടുത്ത പ്രത്യേകത ഇവിടുത്തെ മെയിൻ സൂയിസൈഡ് പോയിന്റാണ് ഈ കല്ല്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സീ ലെവലിൽ നിന്ന് 3600 അടി ഹൈറ്റിലാണ് ഈ കല്ല് നിൽക്കുന്നത്. ഇതിന്റെ ടോപ്പിൽ നമ്മൾ വീഴുകയോ ചാടുകയോ ചെയ്താൽ, അബദ്ധത്തിൽ ആരും വീണ്ടില്ല, വീഴുകയോ ചാടുകയോ ചെയ്താൽ 30-40 സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആൾ മരിക്കും, ബോഡിയെ താഴ്ചെല്ലെത്തണമെന്നാണ് പറയപ്പെടുന്നത്. അത്ര കൃത്യമായിട്ട് പറയുന്നത് 16 ആൾക്കാർ സൂയിസൈഡ് ചെയ്ത സ്ഥലമാണ്. ഈ 16 പേരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്ന ഹൃദയം പൊട്ടിയാണ് ആൾ മരിക്കുന്ന, ബോഡിയാണ് താഴ്ചെന്നിരിക്കുന്നത്. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചാൽ +2 പഠിക്കുന്ന ഒരു പെണ്ണ് ചെറുക്കയുടെ കയ്യെ ഷാൾ കൂട്ടി കെട്ടിയിട്ട് രാത്രി 10 മണിക്ക് ഇതിന്റെ ടോപ്പിൽ നിന്ന് താഴ്ത്തിയടി, അതാണ് ലാസ്റ്റ് ആയിട്ട് നടക്കുക. അങ്ങനെ 16 ആൾക്കാർ സൂയിസൈഡ് ചെയ്ത സ്ഥലമാണ് രാമക്കൽമേട്. രാമക്കൽമേടിന്റെ അടുത്ത പ്രത്യേകത, രാമക്കൽമേട് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് 3 ടൈമിൽ 3 വ്യൂ ആയിരിക്കും. അതായത് നമ്മൾ രാവിലെ ഒരു 8 മണിക്ക് മുന്നേ വരുന്നെങ്കിൽ ഇതൊന്നും കാണത്തില്ല, ഫുള്ള് കോടയായിരിക്കും. മേഘം നമ്മുടെ അടിക്കട പാസ് ചെയ്യുന്നതായിട്ട് നമ്മുടെ മേഘത്തിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് കാണാം. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ ഈ വ്യൂ കാണാം. ഇനി വൈകുന്നേരം ഒരു 6-7 മണിക്ക് ശേഷമാണ് വരുന്നത്. ഈ ബിൽഡിങ്ങുകൾ ഫുള്ള് ലൈറ്റ് വീഴും. ഇവിടെ ലൈറ്റ് വീന്ന് ഫ്ലൈറ്റ് വീന്ന് ആണ് പറയുന്നത്. ഫ്ലൈറ്റിൽ യാത്രയുടെ അറിയാം, ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ കാണുന്ന ഫ്ലൈറ്റ് വീന്നാണ് പറയുന്നത്. രാമക്കൽമേടിന്റെ അടുത്ത പ്രത്യേകത സൺസെറ്റും സൺറൈസും കിട്ടുന്ന സ്ഥലമാണ് രാമക്കൽമേട്. രാമക്കൽമേടിന്റെ അടുത്ത പ്രത്യേകത രാമക്കൽമേട് എന്ന സ്ഥലമേ ഉള്ളൂ കേരളത്തിൽ. ഈ കല്ല് നിൽക്കുന്ന തമിഴ്നാട്ടിലാണ്. നമ്മൾ ഈ വണ്ടി വന്ന് നിൽക്കുന്ന വരെയുള്ളൂ കേരളം. ഈ കാണുന്ന തമിഴ്നാട് ഫോറസ്റ്റ് ഏരിയയും ഈ കാണുന്ന തമിഴ്നാട് തേനി ജില്ലയുടെ ഭാഗം. തമിഴ്നാട് തേനി ജില്ലയിലാണ് ഈ രാമക്കല്ല് നിൽക്കുന്നത്. ഇനി നമ്മൾ പറയാം തമിഴ്നാടിന്റെ പ്രത്യേകത. തമിഴ്നാടിന്റെ പ്രത്യേകത നമ്മൾ മലയാളികളെ പോലെയല്ല, ഇവർ ചേരി പോലെ കൂട്ടമായിട്ട് ആസ്കിയ സെപ്പറേറ്റ് മാറി കൃഷി ചെയ്യാൻ ചെയ്ത രീതിയാണ്. നമ്മുടെ കേരളത്തിലുള്ള 70% വെജിറ്റബിൾ കയറി വരുന്ന തേനി ജില്ല എന്നാണ് വരുന്നത്. തമിഴ്നാട് കൃഷി ആശ്രയിക്കുന്ന മുല്ലപ്പെരിയാറിന്റെ വെള്ളമാണ് തമിഴ്നാട് കൃഷി ആശ്രയിക്കുന്നത്. അതിനകത്ത് വൈറ്റ് ഇറങ്ങി പേപ്പറും കൂടെ വല്ല വേസ്റ്റ് കൂട്ടിയിട്ട് ഇവർ താമസിക്കുന്ന വീടുകളും ടൗണുകളും ബിൽഡിങ്ങുകളൊക്കെയാണ്. ഇങ്ങോട്ട് മാറി കാണുന്ന ഇവരുടെ കൃഷിയിടങ്ങളുമാണ്. അത് ലൈറ്റ് പച്ചയറത്തിൽ പാടം പോലെ വന്ന തക്കാളി, വെണ്ട, ക്യാബേജ്, കടല അങ്ങനെ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. അതിന്റെ അകത്ത് ഇനി റെഡ് കളർ കളം തിരിച്ചിട്ടേക്കുന്ന പോലെ കാണുന്നത് പുതിയതായിട്ട് കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ഉഴുതിട്ടിരിക്കുന്നതാണ്. ഇതിന്റെ അകത്ത് ഇനി മൊട്ടച്ചെടി പോലെ കൂണി ജാഗ്രത നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യുന്ന വാളമ്പുളികളും ഈ റോഡിന്റെ ഇരുവശങ്ങളായിട്ട് ഒരുപാട് കൂട്ടത്തിൽ കാണുന്ന തെങ്ങും തോപ്പുകളാണ്. അതൊരു 60 അടി 80 അടി ഹൈറ്റുള്ള തെങ്ങുകളാണ്. ഇത്ര ഹൈറ്റ് നിൽക്കുന്നതാണ് ചെറിയ കുറ്റിച്ചെടി പോലെ പോലെ. പിന്നെ ഞാൻ ആദ്യം അഡ്വാൻസ് പറഞ്ഞാൽ കാറ്റ് കുറവായതുകൊണ്ടാണ് ചെറിയൊരു മൂടൽ വന്നിരിക്കുന്നത്. ഈ മൂടൽ ഇവിടെ ഇല്ല എങ്കിൽ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വ്യൂ. നമ്മുടെ കണ്ണിൽ എത്ര പവർ ഉണ്ടോ അത്ര ലോകി കാണാൻ പറ്റും. കാണുന്ന സ്റ്റാച്ചു ഉണ്ടോ? ആ സ്റ്റാച്ചുവിന്റെ ബാക്കി കാണുന്ന മലയ്ക്ക് അപ്പുറത്താണ് മുല്ലപ്പെരിയാർ വരുന്നത്. മുല്ലപ്പെരിയാറിന്റെ ഡാം നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ മുല്ലപ്പെരിയാറിന്റെ വെള്ളം ഒരു അരുവി പോലെ ഒഴുകി വന്ന് വൈകിടാമി കെട്ടിക്കിടക്കുന്ന കൊടകിനാലിൽ മലകൾ തൊട്ട് മേഘമല എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ഉൾപ്പെടെ ഈ കാണുന്ന കാറ്റാടികളുണ്ട്. ഇതുപോലത്തെ 100 കണക്കിന് കാറ്റാടികൾ ഉൾപ്പെടെ നമ്മുടെ കണ്ണിൽ എത്ര പവർ ഉണ്ടോ അത്ര ലോകി കാണാൻ പറ്റും. നല്ല കാറ്റുള്ള ടൈമിലാണ് വരുന്നെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ആമപ്പാറ, ആമപ്പാറയുടെ പേരിൽ ട്രക്കിംഗ് അറിയപ്പെടുന്നത് ആമപ്പാറ ട്രക്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ആമപ്പാറയുടെ പ്രത്യേകത പല ആംഗിളിൽ കയറി ഇറങ്ങി വരുന്ന നാച്ചുറലൈസ് ആയിട്ടുള്ള ആമയുടെ ഷേപ്പുള്ള ഒരു കല്ലാണ്. അതുകൊണ്ടാണ് ആമപ്പാറ എന്ന് പേര് വന്നിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിപ്പം കൂടി ആമശില്പുള്ളത് അവിടെയാണ്. അതിന് ശേഷം നമ്മൾ കാണാൻ പോകുന്ന കുറഞ്ഞ സ്റ്റാച്ചു കാണാൻ പോകുന്നത് അതുപോലെ ഐതിഹ്യത്തല്ല അറിയപ്പെടുന്നത്. അതായത് മനുഷ്യ നിർമ്മിതിയാൽ ഇവരെ ഒന്നിപ്പിക്കുന്ന ഒരു വര നൽകിയെന്നും ആ വരപ്രകാരം കുറവൻ കുറത്തി എന്ന് പറയുന്ന മലകളെ ജോയിന്റ് ആയിട്ടാണ് ഇടുക്കിടാം നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഓർമ്മയ്ക്കാണ് സ്റ്റാച്ചു അടിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ ഇരട്ട പ്രതിമകളിൽ ഏറ്റവും വലിപ്പം കൂടി പ്രതിമയാണ്. അതിന്റെ ബാക്കി കാണുന്ന ഒരു വേഴാമ്പന്റെ വാച്ച് ടവറാണ്. വാച്ച് ടവർ കയറി കഴിഞ്ഞാൽ കമ്പന്തേരി മുന്തിരിത്തോട്ടം ഉൾപ്പെടെ തമിഴ്നാട് ഈ കാണുന്ന സെയിം വ്യൂ ഇത്ര ഹൈറ്റിലല്ലാതെ കുറച്ച് അടുത്തായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ?